ആലയിൽ കെട്ടുന്നതായ ഒരു ഭക്ഷണമൊന്നുമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ വിശുദ്ധ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കോമാളിയാക്കലുണ്ട്. അതിപ്പോ ചാനലിലൊക്കെ ആരെയും കോമാളിയാക്കാം, ഞങ്ങൾക്കും അത് അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മളെ സംസ്കാരത്തിനോടൊന്നും യോജിച്ചതല്ല. ചാനലിൽ പോയിട്ട് അല്ലെങ്കിൽ അതിന് പറ്റുന്ന കുട്ടികൾ ഞങ്ങളെടുത്തുണ്ട്. ചെറുപ്പക്കാരാവുന്ന ഒരു വലിയൊരു വ്യൂഹം. പിന്നെ അത് കുട്ടികൾ പറഞ്ഞതാണ് വെല്ലുവിളി പറയണില്ല എന്ന് പറയാം. എന്താ അവരുടെ മേൽ സംഘടനകൾക്ക് എതിരായും കൊണ്ടുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും അല്ലേ ഉണ്ടാവുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ മഹാന്മാരാവുന്നതായ ഉസ്താദന്മാർ അവർ എന്ത് ആജ്ഞാപിക്കുന്നുണ്ടോ ആ ആജ്ഞയിൽ ഒതുങ്ങി നിന്നും കൊണ്ട് മാത്രമേ അതിന്റെ യുവ നേതൃത്വം പ്രവർത്തിക്കുള്ളൂ. അതിന്റെ ഏത് യുവ ഘടകങ്ങളും അത് ജമിയത്തുൽ മുദരിസീന സുജി യുവന സംഘമാവട്ടെ, SKSF ആവട്ടെ, SMF ആവട്ടെ, ഏത് ശാഖകളാണെങ്കിലും അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ആ സംഘടനകളുടെ മേലിലൊക്കെ ഒരു കടിഞ്ഞാനുണ്ട്. ആ കടിഞ്ഞാനത്തിന് അവര് പൊട്ടിക്കാണെന്ന് വെക്കുക, എന്നാ പൊട്ടിച്ചു പോവാ. സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ഉള്ളിൽ ഒരു സ്ഥാനം ഉണ്ടാവും. ഒരു സംഘടനക്കും ഞങ്ങളെ കീഴിലുള്ള ഏത് സംഘടന ഉണ്ടല്ലോ ഈ സംഘടനന്റെ മേലിൽ ശക്തമായ ഒരു കടിഞ്ഞാണാണ് സമസ്ത കേരള. അപ്പൊ എന്ത് നമ്മൾ പറയുമ്പോഴും സമസ്ത കേരള ഞങ്ങളെ കുട്ടികൾ അങ്ങനെ പറഞ്ഞില്ലേ, ഞങ്ങളെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞങ്ങളെ കുട്ടികൾ പറയുന്നത് ആശയം പറയും, അവര് ആദർശം പറയും. അതിന് പിടിച്ചു വെക്കാൻ പറ്റുമോ? അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ആശയമാണത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ആദർശമാണത്. അത് നമ്മളെ കുട്ടികൾ പറയില്ലേ, അത് പറയണേ പിടിച്ചു വെക്കാം. ഇതല്ല ചെയ്യണേ, ഇത് മതനേതാക്കന്മാരെ കോമാളിയാക്കുക. മതമേലാക്കന്മാർക്ക് മത്സരിച്ചിട്ടില്ലെങ്കിൽ പലരും ഇവിടെ നിയമസഭയൊന്നും കാണൂല. മതനേതാക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മക്കാറാക്കണ ആ സ്വഭാവം ഉണ്ടല്ലോ, അത് ഏത് സംഘടനയിലുള്ള യുവാക്കളോ നിർത്തണം. അത് നിർത്തണം എന്നാണ് പറയാനുള്ളത്. ആ കളി സമസ്തനായിട്ട് ആരും കളിക്കണ്ട. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നെ നേതാക്കന്മാരെ പറ്റിയതൊന്നും പറഞ്ഞില്ലെങ്കിലും എന്തിന് മതനേതാക്കന്മാർക്കല്ലാതെ ആരോടോ മതത്തിന്റെ ആളുകൾ പിന്നെ ആർക്കനുസരിക്കണ്ടേ? മതനേതാക്കന്മാർക്കല്ലേ. മതത്തിനെ പറ്റി അറിയുന്നവർ മതനേതാക്കന്മാരല്ലേ. അവര് പറയണ കേൾക്കണേ എന്തായിരിക്കും ഈ നാടിന്റെ സ്ഥിതി? ഇവിടെ നാട് കൂട്ടിച്ചോറാവൂലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് സ്ഥാപിക്കപ്പെട്ടോടെ മുതൽ ഏറ്റവും നല്ലതായ ഒരു രീതി പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പൊതു സ്വഭാവം സമസ്ത കേരള ജമിയത്തുൽ ഉലമ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടുത്തെ ഭരണാധികാരികളോട് അവരോടുള്ള മതിപ്പും ബഹുമാനമൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുണ്ട്. അവരുടെ ആ ഭരണാധികാരികൾക്കെതിരിൽ ഒരു എന്തെങ്കിലും ഒരു വിപ്ലവത്തിൽ കൂടിയല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്, നിയമപരമായ രീതിയിൽ കൂടി മാത്രം. എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ചരിത്രം പരിശോധിച്ച് നോക്ക്. ഇവിടെ ഈ കാണുന്ന ഈ ഇന്ത്യ രാജ്യത്ത് കാണുന്ന പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ കാണുന്ന ഈ മതസൗഹാർദ്ദം ഇതാരുണ്ടാക്കി തീർത്തതാ? ഈ മതസൗഹാർദ്ദം ഇവിടെ ആരുണ്ടാക്കി തീർത്തതാ? വിശുദ്ധമാവുന്ന ദീനിന്റെ ശിർസിയല്ലേത്? മഹാന്മാരാവുന്ന സ്വഹാബത്ത് ഇവിടെ വന്നു, വിശുദ്ധമാവുന്ന ദീൻ അവരിവിടെ പ്രചരിപ്പിച്ചു. അതിനുശേഷം മഹാന്മാരാവുന്ന താബീങ്ങൾ, മഹത്തുക്കളാവുന്നതായ ഹദർമൗത്തിൽ നിന്ന് ഒരുപാട് തങ്ങന്മാരിവിടെ വന്നു. ഈ തങ്ങന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വിശുദ്ധ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. മഹാനാവുന്ന ഇമാം നവവി തങ്ങളെ ചരിത്രം പറയുന്ന സ്ഥലത്ത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യനേഷ്യന്റെ ഭാഗങ്ങളിലൊക്കെ ഷാഫി മദ്ഹബ് അധികം പ്രചരിക്കാനുള്ള കാരണം എന്താണ്? സാദത്തുൽ ഹവാരിമാം, ഹവാരിമത്താവുന്ന തങ്ങന്മാര് അവര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അവർ വന്ന് താമസിച്ചു. ഇന്ത്യനേഷ്യന്റെ പല ഭാഗങ്ങളിലും അവർ പോയി താമസിച്ചു. ആ ഭാഗത്തൊക്കെ അവര് ഷാഫികളായതുകൊണ്ട് ആ ഷാഫി മദ്ഹബിനെ അവരിവിടെ പ്രചരിപ്പിച്ചു. അപ്പൊ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അവരൊക്കെ വന്നത്. അവരൊക്കെ ഉണ്ടാക്കി തീർത്തതായ ഒരു മഹത്താവുന്ന സ്വഭാവമാണ് ഇവിടുത്തെ ഈ മതസൗഹാർദ്ദം എന്നുള്ളത്. അതോടുകൂടെ മറ്റുള്ള മുസ്ലിം സംഘടനകളുമായുള്ള ഐക്യം എന്ന് പറഞ്ഞാൽ ആ ഐക്യം എങ്ങനെയാണ്? ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു മുസ്ലിം സംഘടനയായിട്ട് ഇവിടൊക്കെ ചാനലിലൊക്കെ ചർച്ച കേട്ടാൽ തോന്നും. ഞാൻ ചാനലിൽ ചർച്ചയൊന്നും കണ്ടിട്ടല്ല, എന്നോട് ആ കണ്ടത് പലരും കൊടുത്ത് കാണിച്ചു തന്നിട്ടാ. ചാനലിലൊക്കെ ചർച്ച ചെയ്തെന്ന് കേട്ടാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഒരു മുജാഹിദാണെങ്കിൽ ഓനോട് അടുക്കാൻ പാടില്ല, ഓനെ വെടിവെക്കണം എന്ന് പറയുന്ന ആളുകളാണെന്ന് തോന്നും ചർച്ച കേട്ടാൽ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അതല്ല. ആശയപരമാവുന്ന കാര്യങ്ങളിൽ, ആദർശപരമാവുന്ന കാര്യങ്ങളിൽ അവരുമായുള്ളതായ വിയോജിപ്പാണ്. ആ വിയോജിപ്പ് എന്താവണം? നമ്മൾ നിലനിർത്തണം. അതിനൊരു വേരി മഹാന്മാരാവുന്ന ഉസ്താദന്മാർ കെട്ടി തന്നു. അതുകൊണ്ടൊരു മുജാഹിദിനെ കണ്ട അവനോട് മിണ്ടാൻ പാടില്ല എന്നൊന്നും സമസ്ത പറഞ്ഞില്ല.
ഒരു മുജാഹിദിനെ അപ്പോൾ ഒരു മുജാഹിദ് നമ്മളെ വണ്ടി കയറി പോയി, അല്ലെങ്കിൽ ജമാഅത്തേറെ വണ്ടി കയറി, അവനോട് വണ്ടി കയറണമെന്ന് നമ്മൾ പറയും, കയറിക്കോ അനന്തിക ഭൗതികമായ കാര്യങ്ങളിലുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ആ നിലക്ക് പൊതുകാര്യങ്ങളിലുള്ള യോജിപ്പ് അതിന് കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ ഇവിടെ ശരീഅത്ത് സംരക്ഷണ ബില്ല് മുമ്പ് വന്നപ്പോൾ പിന്നെ ഷബാനു കേസിലൊക്കെ നമ്മൾ ഒന്നിച്ചില്ലേ. അങ്ങനെ ഇനിയും അങ്ങനത്തെ പൊതു ബാധിക്കണ കാര്യങ്ങളിലൊക്കെ ഒന്നിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയത്തിലുള്ള ആശയങ്ങളിൽ എന്താകുക അവരെ പിൻപറ്റുക എന്നുള്ളതല്ല. ആശയങ്ങൾ പിൻപറ്റാൻ പറ്റൂല. അവരാശയങ്ങൾക്ക് ആശയ പ്രചരണത്തിലേക്ക് പിന്നെ സഹായമാവുന്ന നിലക്ക് നമ്മളിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന ഉസ്താദുമാരുടെ ഈ നയത്തിൽ എന്തൊരു തെറ്റ്? അവരാശയ പ്രചരണത്തിന് എങ്ങനെ നമ്മളതിന് ഭാഗമാക്കാൻ പറ്റുമോ? നമ്മളതിന് സഹായം ചെയ്യാൻ പറ്റുമോ? മഹത്തുക്കളാവുന്ന അയിമ്മത്ത് എന്താ ഈ വിഷയത്തെ പറ്റി നമ്മളെ പഠിപ്പിച്ചത്? മഹാനാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ വഖറ സായിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരു ബിദ്അത്തിന്റെ ആളുകളെ ഒരാള് ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ഈ വിശുദ്ധമാവുന്ന ദീനിനെ പൊളിക്കാനാണ് സഹായിക്കുന്നത് എന്ന് അതേ അർത്ഥത്തിലുള്ള പല രേഖകളും മഹാന്മാരാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തി. മഹാനാവുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ സായിബ ബിദ്അത്തിൻ അഹ്ബത അമലുഹു വഅമലുഹു വഅഖ്റജ നൂറൽ ഇസ്ലാമി മിൻ ഖൽബിഹി. ബിദ്അത്തിന്റെ അഹ്ലുകാരെ ഒരാൾ ബഹുമാനിക്കുക, ആ ബഹുമാനിച്ചാൽ എന്താ ഉണ്ടായിത്തീരുന്നത്? അവൻ എന്ത് ചെയ്തു എന്നറിയോ? അവന് അമല് പൊളിഞ്ഞു പോവുക മാത്രം, അവൻ പൊളിച്ചു കളഞ്ഞു എന്നാ പറയണത്. വഅഖ്റജ നൂറൽ ഇസ്ലാമി മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഇസ്ലാമിന്റെ ആ പ്രകാശം ഉണ്ടല്ലോ, ആ പ്രകാശം അവൻ പുറത്തിയടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മഹാന്മാർ രേഖപ്പെടുത്തുന്നത് അൽ മുസ്തഹബ്ബു ലി കുല്ലി മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമിനും നല്ലത് അൻ യഹ്ജുറഹും, വിശ്വാസപരമായ അനുഷ്ഠാനപരമായ ആചാരപരമായ കാര്യങ്ങളിൽ അവരുമായും കൊണ്ട് വിട്ടു നിൽക്കുക. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയും, വലാ യതസവ്വജു മിൻഹും, അവരിൽ നിന്നിട്ട് വിവാഹം ചെയ്യാൻ പാടില്ല. വലാ യുസവ്വിജുഹും, നമ്മളെ കുട്ടികൾ അവർക്ക് കെട്ടിച്ചു കൊടുക്കാം. കാരണം മഹാനാവുന്ന ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിലൊരു സ്ഥലത്ത് ദാറുൽ ഹർബിലുള്ള ഒരുത്തരിക്ക് വിവാഹം ചെയ്യൽ സുന്നത്തുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ച ഉണ്ട്. ആ ചർച്ചന്റെ അവിടെ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുന്നു നോക്ക്, ഓ സുന്ന വനുസ്സാല അന്നഹു ലാ യുസന്നു ലിമൻ ഫീ ദാരിൽ ഹർബി അന്നിക്കാഹു.